16-ാമത്തെ വയസ്സിൽ തെയ്യം കെട്ടി തുടങ്ങിയ ഉദയൻ എന്ന ഉദയനേട്ടനെയാണ് ഇനി വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഭാഗത്ത് ഉദയനേട്ടനെ അറിയാതെ ആരും ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഉദയനേട്ടനോട് തന്നെ ചോദിച്ചറിയാം. ഉദയനേട്ടൻ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ഈ ഒരു മേഖലയിൽ, തെയ്യം കെട്ടുന്ന മേഖലയിൽ? ആ, ഒരു 10-60 ആയിട്ടുണ്ടാവും. 60 അല്ലേ? ശരി. 60 ഒരു 18-ാം വയസ്സിൽ തിളങ്ങിയാണ്. അതെയാ? എത്ര വയസ്സ് തൊട്ടിട്ടായിരിക്കും കെട്ടിയിട്ടുണ്ടാവുക? എത്ര വയസ്സ് തൊട്ടിട്ടാണ് കെട്ടിയിട്ടുണ്ടാവുക? 16 വയസ്സ് മുതൽ 16 വയസ്സ് മുതൽ കെട്ടിയിട്ടുണ്ടാവും. ആദ്യത്തെ ഓർമ്മയുണ്ടോ ഏതാ കെട്ടിയ തെയ്യത്തിന്റെ? ആദ്യത്തെ കോലം നമ്മള് വേടൻ. അതെ അതെ, കർക്കിടക മാസത്തിൽ കെട്ടിയാടുന്ന വേടൻ അല്ലേ? പിന്നെ നമ്മള് മുത്തപ്പൻ അല്ലേ? പിന്നെ പ്രധാന കോലങ്ങൾ പുതിയ ഭവതി, ഇളംകോലം, പെരിയാത്തിനെയും തിരുവപ്പന. എങ്ങനെയുള്ള ഈ ഗുരുക്കള് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടാവും ഈ തെയ്യം കെട്ടുമ്പോൾ പറഞ്ഞു തരാനും ഒക്കെയുള്ള ഗുരുക്കന്മാര്? പരമ്പരമായിട്ട് അങ്ങനെ പഠിക്കുന്നതാണല്ലേ? അച്ഛൻ, അച്ഛൻ, കാരണോട്, അങ്ങനെ അവരിൽ നിന്ന് അങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് ശീലിച്ചു വരുന്നതാണ്. അങ്ങനെയാണല്ലേ? ഓക്കെ ഓക്കെ. അല്ലാതെ ആരെങ്കിലും ഒരു ഗുരുക്കൾ എന്ന് പറയാൻ പറഞ്ഞുതരാം, ഇന്ന ഇത് ചെയ്യുമ്പം ഇന്ന് ചെയ്യണം ഉള്ള ആ ഒരു ഗുരുക്കന്മാരുള്ള അങ്ങനെ അത് പിന്നെ അത് നമ്മുടെ അച്ഛാത്തിൽ നിന്നോ അച്ഛനിൽ നിന്നോ പിന്നെ അങ്ങനെ അവര് നീ ഇന്ന ഒരു കോലം കഴിക്കണം, ഇന്ന കോലം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന് വീണ്ടും എന്തൊക്കെയാണ് അത് അച്ഛാത്തനോടോ അച്ഛനോടോ മേടിക്കും അല്ലെ കാരണോടോ. അവർ മൂന്നാളും ഒരുപോലെയാണ്. അതെ അതെ അതെ. ഗുരുവായിട്ട് സ്വീകരിക്കുന്ന ആചാര്യങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെ. ഈ കെട്ടിയ തെയ്യങ്ങളിൽ ഏറ്റവും നല്ല നിങ്ങൾക്ക് ഒരു നല്ല ഒരു തൃപ്തി തന്നെ, മനസ്സിൽ തൃപ്തി തന്നെ ഒരു തെയ്യം ഉണ്ടാവില്ലേ? അതേതാണ് നിങ്ങളെ? അത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ഇളംകോലാണ്. ഇളംകോല അല്ലേ? ഞാൻ അതാണ് കൂടുതൽ കഴിക്കുന്നത്. പിന്നെ പുതിയ ഭവതി, പിന്നെ തിരുവപ്പന, മുത്തപ്പൻ്റെ തിരുവപ്പന. ഈ നാട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ട്, ഈ കാവുകൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ട് കാവിലെ ആൾക്കാർ എന്തെങ്കിലും ആദരവ് ഇത് തന്നിട്ടുണ്ടോ? ആദരിച്ചതല്ലേ? ഓക്കെ ഓക്കെ. അത് പിന്നെ ആദരിക്കുക എന്ന് പറഞ്ഞാല് പെരുവണ്ണാന്റെ ആചാരം കൊടുക്കലാണ്. അതാണ് ആചാരപ്പെടുത്തുക. വണ്ണാന സാധാരണ ഉദയനുള്ളത് ഉദയന പെരുവണ്ണാനായി. അങ്ങനെ അത് ആചാരം സ്വർണത്തിന്റെ വള ഉണ്ടാക്കിയിട്ട് അത് പിന്നെ അരപ്പവന്റെ ഒരു പവന്റെ എല്ലാം അങ്ങനെ കൊടുക്കും. അങ്ങനെ ആചാരപ്പെടുത്തി ഞാൻ 3 വള വാങ്ങിച്ചിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണ് അത് കിട്ടിയത്? ഓർക്കുന്നുണ്ടോ? ഒന്ന് കണ്ണൂർ താളിക്കാവുന്നു അല്ലേ? ഒന്ന് പിന്നെ നമ്മളെ കിളികളും ഒന്ന് പൊളാതെ പയറ്റാക്കാവുന്നു. അത് പിന്നെ പാറവപ്പെരുവണ്ണാന്റെ ആചാരമാണ്. പെരുവണ്ണാനല്ല, പാറവപ്പെരുവണ്ണ. ഇതിനാലും കുറച്ച് ലേഖം മേലെ കളക്ടറെ ഇത് നടത്തുന്ന. ഈ തെയ്യെല്ലാം കെട്ടുമ്പോ നമ്മള് വ്രതം നോക്കാറില്ലേ? ഉണ്ട്. അപ്പൊ ഈ വ്രതം എന്തെങ്കിലും എപ്പെങ്കിലും എന്തെങ്കിലും തെറ്റിപ്പോയിരുന്നോ അല്ല മനസ്സിന് തൃപ്തിയായില്ലെന്നോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് തെറ്റാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെങ്കില് അഥവാ തെറ്റിപ്പോയിരുന്നെങ്കിൽ അവിടെ അമ്മയോടെ തന്നെ മാപ്പ് പറയുക ചെയ്യുക. ഇങ്ങനെ സംഭവിച്ചു പോയി, അതുകൊണ്ട് ക്ഷമിക്കണം, അത് അവിടെ തന്നെ അല്ല സമർപ്പിക്കുക ചെയ്യാം. അല്ലാതെ ഒന്നും അതിന് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ കഴിയില്ല. അവിടെ തന്നെ ഇങ്ങനെ പറ്റിപ്പോയി, അതുകൊണ്ട് രക്ഷിക്കണേ അമ്മേ എന്ന് പറഞ്ഞു. ആരെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ഇളങ്കോലം കെട്ടിയിട്ട് ഏറ്റവും തൃപ്തിയായ തെയ്യെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇളങ്കോലം കെട്ടുമ്പോ എന്തെങ്കിലും സ്റ്റെപ്പോ അല്ലെങ്കിൽ കുറവ് വന്നോ അല്ല കുറച്ചുകൂടി കൂടുതൽ ഇത് ചെയ്യാമായിരുന്നു എന്ന് തോന്നി? സമൂഹം കളിപ്പിക്കുക. നല്ലൊരു സമൂഹമാണെങ്കിൽ നമ്മൾ അറിയാതെ വടി അറിയാതെ അത് അങ്ങനെ ചുരുക്കം ക്ഷേത്രമേ ഉള്ളൂ. നമ്മൾ സ്വയം മറന്ന് പ്രവർത്തിക്കുന്നേ 1-2 ക്ഷേത്രമേ ഉള്ളൂ. ഒന്നീ തന്നെ ഒന്ന് ചാലങ്ങോട്ട്, കണ്ടക്ക് ചാലങ്ങോട്ട്, പിന്നെ ചെറുപേശിക്കാവ്, പിന്നെ ഞാൻ കഴിച്ചതിലെല്ലാം അരങ്ങാക്കലാന്നവല്ല. ഇഷ്ടംപോലെ ആളും ഉണ്ടാവും. അപ്പൊ ഞാൻ 2-3 പേര് ചോദിച്ചപ്പോ അവരെല്ലാം പറഞ്ഞത് ചെറുപ്പകാലം മുതലേ
തെയ്യം കെട്ടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഭാഗത്തുള്ളവരെല്ലാം പറയുന്നത് ഒതേ പെരുവണ്ണാന്ന് പറയുന്നത്. അത്രക്ക് അപ്പൊ ആള് ജാസ്തി ഉണ്ടാവും. അതാ പറഞ്ഞു. അതിപ്പോ ആരെങ്കിലും നമ്മളെ നമ്മളെ എങ്ങനെയാണ് അതെ അതെ അങ്ങനെ പറഞ്ഞ അങ്ങനെ ആള് കൂടുതലുണ്ടാവും. അപ്പൊ ആളെ പിന്നെ നമ്മള് ആളെ കാണുമ്പോ സമൂഹത്തിലെത്തുമ്പോ ഒരു സ്വയം മറന്നു പോകും. സ്വയം മറന്ന് കളിച്ചേക്കും. അതാണ് ഇപ്പം ഈ ഇതന്നെ ഇപ്പോ ഈ നെച്ചിക്കോത്ത് കാവലി ഇപ്പം ഒരു പ്രാവശ്യം നിങ്ങളെ വിളിച്ചെന്നായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം തന്ന് കെട്ടാൻ പറ്റാതെ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? തെയ്യം കെട്ടാൻ പറ്റാതെ നിങ്ങൾക്ക് ഇത് അടിയാളെല്ലാം തന്നിട്ട് കെട്ടാൻ പറ്റാതെ എന്തെങ്കിലും ദിവസം ആ ഒരു തെയ്യത്തിന്റെ സമയത്ത് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും എനക്ക് സംഭവിച്ചിട്ടില്ല. എനക്ക് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നാട്ടില് പ്രശ്നങ്ങളിലൊക്കെ ഇതെല്ലാം പകർന്നു കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട് ഈ പാരമ്പര്യമായിട്ട് ഇതൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ? പിന്നെ ചിലവരൊന്നും കൊടുക്കൂല. ഞാൻ കൊടുക്കും, വരക്കെ കൊടുക്കുന്നുണ്ട്. ചിലവരൊന്നും കൊടുക്കൂല. കാരണം പറഞ്ഞാൽ അവരവരുടെ പേര് നഷ്ടപ്പെട്ടു പോകാനായിട്ട് പിന്നെ ഇത് കൊടുക്കൂല. നമ്മളെ പൂർവികന്മാരും അങ്ങനെ കൊടുക്കൂല. പക്ഷെ ഞാനൊക്കെ അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ ആര് ചോദിച്ചാലും ആരെന്നല്ല നമ്മുടെ പിന്നെ ഇതുള്ള പിന്നെ നമ്മളെ സാധനത്തിലുള്ള കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താ വേണ്ടി കൊടുക്കും, കൊടുക്കലുണ്ട്. മറ്റ് മുമ്പ് കൊടുക്കൂല. ഓനെക്കാട്ടും വലുതാനായി പോവല്ല. അത് അസൂയ ഉണ്ടാകും. വയ്യ ഒന്നും എടുത്തുകൂടാതെ പിന്നെ ഒന്നും കിട്ടാണ്ട് പോകും. വല്ല സംസ്കൃതത്തിന്റെ അല്ലേ കാര്യം. നമുക്ക് കേരള വിൽപ്പത്തി എന്നെല്ലാം പറഞ്ഞാല് സംസ്കൃതമാണ്. പക്ഷെ ഇന്ന് കേരള വിൽപ്പത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അതിന്റെ അതിരെല്ലാം മാറി എന്തെല്ലാം ആയില്ലേ. പക്ഷെ അതൊന്നും കൊടുക്കൂല ആരും. പരശുരാമനുണ്ടാക്കിയ കേരളത്തിന്റെ ചരിത്രങ്ങള് ഒരു പടി 64 ഗ്രാമം 60 പെരഞ്ചല്ലൂർ ഗ്രാമത്തിന്റെ അല്ല പേരിലുള്ള വട്ടവലി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇന്ന് പറയേണ്ട സമൂഹവും ഇല്ല. ഈ നമ്മളിപ്പോ ഇത് പറയുമ്പോൾ അത് കേട്ട് രസിക്കാൻ പറ്റുന്ന ആള് വേണ്ട. അപ്പുറം അതില്ല. അത് അറിയുന്നവരത്തിൽ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അറിയാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതൊന്നും ഇപ്പൊ ആരും പറയല്ല. കേരള ഉൽപ്പത്തിയും ലോക സംഭവങ്ങളും ഒന്നും ആരോടും പറയാം. പിന്നെ കലിയുഗ വർണ്ണന ഇത് അങ്ങനെയുള്ള ചില കാര്യങ്ങളിലും ഇന്നത്തെ ഇതിനനുസരിച്ച് പറയും. ഏറ്റവും കൂടുതൽ തെയ്യം കെട്ടിയ ഏത് തെയ്യാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കെട്ടിയതെന്ന് ഓർക്കുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ പ്രാവശ്യം കെട്ടിയ തെയ്യം ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? ഞാനാ അല്ല ഇളങ്കോലാണോ അല്ല മറ്റേ മുത്തപ്പനാണോ? എല്ലാ ഏകദേശം